ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഈ വീട്ടിലകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ എൻ്റർ ചെയ്യുന്നത് കിച്ചണിലോട്ടാണ്. കിച്ചണിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അലുമിനിയത്തിലാണ്. അലുമിനിയത്തിൽ ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിം യൂസ് ചെയ്തിട്ട് HCPL ഷീറ്റാണ് നമ്മൾ വർക്ക് ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ കളേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ക്ലയൻറ്റ് സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ വർക്കും വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഷട്ടർ യൂണിറ്റാണ് വർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഷട്ടർ യൂണിറ്റ് ഉണ്ട്. അതിനകത്ത് ഇതുപോലെ പാർട്ടീഷൻ തിരിച്ചിട്ട് മിക്സി വെച്ച് യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ അത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഷട്ടർ യൂണിറ്റ് ഒരു കിച്ചനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറയും. കാരണം ഇതുപോലുള്ള മിക്സിയൊക്കെ നമുക്ക് അതിനകത്ത് തന്നെ വെച്ച് പെരുമാറാനും കഴിയും. അത് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞാൽ എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാനും ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ കിച്ചൻ്റെ ബോട്ടം നോക്കുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഡോഴ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. താഴെ നമ്മൾ ഒരു പാർട്ടീഷനും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ പാർട്ടീഷൻ ചെയ്യുമ്പോൾ വെയിറ്റ് താങ്ങോ എന്നുള്ളൊരു ഡൗട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണിത്. ഇത്രയും സ്റ്റോർ ചെയ്തിട്ടും ആ വെയിറ്റ് അതുപോലെ തന്നെയാണ്. സോ വെയിറ്റ് താങ്ങും എന്നുള്ളൊരു ചോദ്യം ഇനി ആരും ചോദിക്കരുത്. അത്രയ്ക്കും നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഡോർ മാത്രം ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ സിലിണ്ടർ വെക്കാനുള്ള സ്പേസാണ്. അതിലും നമ്മൾ ഡോർ ചെയ്തിട്ട് ജസ്റ്റ് എയർ വിൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ടാൻഡം ഡ്രോവേഴ്സാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ കട്ട്ലറി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു 2.5 ഫീറ്റിൽ നിന്ന് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ടാൻഡം ഡ്രോവേഴ്സിലും നിങ്ങൾ കാണുന്ന രീതിയാണ്. ഇത് നോക്കിയോളൂ, ഒരുപാട് വെയിറ്റ് വെക്കാൻ പറ്റും. അത്രയ്ക്കും നിങ്ങൾക്കത് സൗകര്യപ്രദമായിരിക്കും. സോ അത്രയും വെയിറ്റ് താങ്ങുന്ന രീതിയിലാണ് ടാൻഡം ഡ്രോവേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത്. താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലേറ്റാണ് വെച്ചിരിക്കുന്നത്. പ്ലേറ്റ് വെക്കാനുള്ള റാക്കും അതുപോലെ തന്നെ വലിയ വലിയ പ്ലേറ്റുകളൊക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ടാൻഡം ഡ്രോവേഴ്സ് യൂസ് ചെയ്യാം. മാത്രമല്ല ഇതൊരു പ്രീമിയം ലുക്ക് നമ്മുടെ കിച്ചണ് കിട്ടും. ടാൻഡം ഡ്രോവേഴ്സ് വെക്കുന്ന സമയത്ത് ഒരു പ്രീമിയം ലുക്ക്. നിങ്ങൾ SS പോകുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SS നിങ്ങൾക്കത് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. മറിച്ച് ടാൻഡം ഡ്രോവേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്കത് എന്നും ക്ലീൻ ചെയ്യാനും ഈസി ആയിരിക്കും. അതുമാത്രമല്ല കിച്ചൻ്റെ ലുക്ക് തന്നെ അതിൽ ടോട്ടൽ ഡിഫറൻ്റ് ആയിരിക്കും. ഇനി ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഓയിൽ പുള്ളൗട്ടാണ്. നമ്മളതും ടാൻഡത്തിൽ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെ SS വെക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലീൻ ചെയ്യാൻ വളരെ കഷ്ടമായിരിക്കും. ഇതിൽ ആ പേടിക്ക് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. ക്ലീൻ ചെയ്യാനാണെങ്കിലും ശരി, ഇത് ദീർഘകാലത്തിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാലും ശരി, നിങ്ങൾക്കിത് ടാൻഡം എന്നും ഉപകാരപ്രദമായിരിക്കും. ഇവിടെ നമ്മളൊരു പാർട്ടീഷൻ ചെയ്ത് 2 തട്ടായി പിരിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഡോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അവർക്ക് ഓവൻ വെക്കാനുള്ള ഒരു സ്പേസും അതല്ലാതെ മേലെ ഇതുപോലെ വലിയ പാത്രങ്ങളൊക്കെ വെക്കാനും ഇതുപോലെ വലിയ ബോക്സൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു യൂണിറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ പാർട്ടീഷൻ പിരിച്ചു കൊടുത്തിരിക്കുകയാണ്. താഴെ ഇതുപോലെ വലിയ ഡോർ വെച്ചിട്ട് താഴെയും അതുപോലെ തന്നെ വലിയ വലിയ തിങ്സൊക്കെ വെക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു യൂണിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ നമ്മൾ ഒരു സ്പേസ് റാക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് മേലെയായിട്ട് വാൾ ബോക്സും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഗ്ലാസ്സാണ് അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ടിൻഡ് ഗ്ലാസ്സാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും റാക്ക് കൊടുക്കാതെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിരിക്കുകയാണ്. സോ വലിയ വലിയ പാത്രങ്ങളും നമുക്കതിൽ സൂക്ഷിക്കാൻ പറ്റും. പിന്നുള്ളത് ലോഫ്റ്റാണ്. ലോഫ്റ്റ് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിമ്നി വരുന്ന ഈ ഭാഗം അത് ക്ലയൻറ്റ് നമ്മളോട് പറഞ്ഞാണ്, അവസാനമായിട്ട് പറഞ്ഞാണ് ഇത് കവർ ചെയ്ത് തരണമെന്ന്. അതും നമ്മൾ വളരെ വൃത്തിയിൽ അവർക്കത് കാണാത്ത രീതിയിൽ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റായി വരുമ്പോഴാണ് ഒരു മോഡുലർ കിച്ചൺ ആ ഫീൽ വരുന്നത്. നിങ്ങൾ ഇതിലിപ്പോൾ ചില ക്ലയൻസ് ഒന്നും ഇത് കവർ ചെയ്യാറില്ല. സോ ഇത് കവർ ചെയ്യുമ്പോൾ ടോട്ടൽ ലുക്ക് തന്നെ ചേഞ്ച് ആവും. നിങ്ങളുടെ കിച്ചൻ്റെ ടോട്ടൽ ലുക്ക് തന്നെ ചേഞ്ച് ആവും. ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും അതുപോലെ തന്നെ ഒരു ചെറിയ ബോക്സ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് തിങ്സ് നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റും. ഒന്നും പുറത്ത് കാണില്ല. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. സോ നിങ്ങൾ ഈ കിച്ചൺ കണ്ടു. ഒരു 10x10 കിച്ചനാണ്. 10x12 വരും. സോ അങ്ങനെ ഒരു കിച്ചനാണ്. ഈ കിച്ചൺ നമ്മൾ വളരെ വൃത്തിയായിട്ട് വളരെ നമ്മളെക്കൊണ്ട് എവിടെയൊക്കെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ ആ സ്പേസിലെല്ലാം നമ്മൾ അവിടെ ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സോ കിച്ചൺ നിങ്ങൾ കണ്ടു. ഇനി നമുക്ക് ഈ വീട്ടിൽ ബെഡ്റൂംസൊക്കെ കാണാൻ വരും.